പൊന്നാനി നഗരസഭയിലെ ഹരിത കർമ്മസേന അംഗങ്ങൾക്ക് സുരക്ഷാ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. മാലിന്യ ശേഖരണവും സംസ്കരണവും നിർവഹിക്കുന്നതിനിടെ തൊഴിലാളികളുടെ ആരോഗ്യവും സുരക്ഷയും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഗ്ലൗസ്, മാസ്ക്, സുരക്ഷാ ഷൂ, റെയിൻകോട്ട് തുടങ്ങിയ സുരക്ഷാ ഉപകരണങ്ങൾ വിതരണം ചെയ്തത്. നഗരസഭാ ചെയർപേഴ്സൺ CV സുധ സുരക്ഷാ ഉപകരണങ്ങളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഹരിത കർമ്മസേനാംഗങ്ങൾ നഗരത്തിന്റെ ശുചിത്വ പരിപാലനത്തിൽ നിർണായക പങ്കുവഹിക്കുന്നവരാണെന്നും അവരുടെ സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തമാണെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. മഴയെയും കാറ്റിനെയും എല്ലാതും അവഗണിച്ചുകൊണ്ട് നേരത്തെ ഇറങ്ങി നമ്മുടെ നഗരത്തെ നല്ല രീതിയിൽ ശുചിത്വമായി കൊണ്ടുപോകുന്നതിന് വളരെയേറെ പങ്കുവഹിക്കുന്ന ആളുകളാണ് ഹരിതകർമ്മ സേനാംഗങ്ങൾ. അവരുടെ പ്രവർത്തനത്തിൽ സുരക്ഷത ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് നഗരസഭയുടെ ലക്ഷ്യം. അതിനോടനുബന്ധമായിട്ടുള്ള ഉപകരണങ്ങളാണ് ഇവിടെ വിതരണം ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ക്ഷേമവും മാനസികവും ആരോഗ്യകരവുമായ ക്ഷേമം നിലനിർത്തുക എന്നതുകൂടി പൊന്നാനി നഗരസഭയുടെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. ആരോഗ്യകരവും സുരക്ഷിതവുമായ തൊഴിൽ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള നഗരസഭയുടെ പ്രതിബദ്ധതയുടെ ഭാഗമായാണ് സുരക്ഷാ ഉപകരണങ്ങളുടെ വിതരണം. നഗരസഭ വൈസ് ചെയർപേഴ്സൺ CP സക്കീർ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഷാനിൽകുമാർ, റീന പ്രകാശൻ, സൗദാമിനി ടീച്ചർ എന്നിവർ സംസാരിച്ചു. ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ PS സ്വാഗതവും ഹെൽത്ത് ഇൻസ്പെക്ടർ ഗീത നന്ദിയും പറഞ്ഞു. മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു പ്രകടനം കാഴ്ചവെക്കും. സ്വച്ഛ് ഭാരത് എന്ന പ്രധാനമന്ത്രി ഡൽഹിയിലിരുന്ന് വിളംബരം ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ സ്ഥലത്ത് പോലും പൂർണ്ണമായി നടപ്പാക്കാൻ കഴിയാതിരുന്ന ആ പദ്ധതി കേരളത്തിൽ നിങ്ങൾ ഓരോ വീടാന്തരം കയറി ഇറങ്ങി നാട്ടുകാരുടെയും ആദ്യം ഇറങ്ങിയപ്പോൾ എന്തെല്ലാം പുകിലുകളായിരുന്നു നിങ്ങൾ സഹിച്ചിരുന്നത്. കുറെ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട് ഞങ്ങളെ പറ്റിക്കാനായിട്ട്. ഞങ്ങളുടെ മാലിന്യം, ഞങ്ങളുടെ പ്ലാസ്റ്റിക് കത്തിക്കാൻ ഞങ്ങൾക്കറിയാം, ഞങ്ങളുടെ വേസ്റ്റുകൾ ഒഴിച്ചു കൂടാൻ ഞങ്ങൾക്കറിയാം. അതിനിപ്പോൾ നിങ്ങളുടെ ആരുടെയും സഹായമൊന്നും ആവശ്യമില്ല. പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഒന്നും അറിയാതെ ഈ 50 രൂപ ഇവരുടെ കീശയിലിട്ട് വീർപ്പിക്കാൻ വേണ്ടി ഒരു തട്ടിപ്പുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണെന്ന് പറഞ്ഞ ആ ദുരന്ത മുഖത്ത് നിന്ന് അതിൽ ചില അമ്മമാരെന്നോട് പറയുമായിരുന്നു, സാറേ ഇതിലും നല്ലത് ഞങ്ങളുടെ നാട്ടിലൊരു പള്ളിയുണ്ട്, കടുവാ പള്ളിയുടെ മുറ്റത്ത് പോയി പേപ്പർ വിരിച്ചിരിക്കുന്നതാണ്, അത്രയ്ക്ക് ഗതികെട്ട ജോലിയാണ് ഞങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞ ഒരു ദുരന്ത മുഖത്ത് നിന്ന് ഇന്ന് നിങ്ങൾ ഇങ്ങനെ ഇരിക്കേണ്ടവരല്ല, കുറച്ചുകൂടി നട്ടെല്ലെന്ന് പറഞ്ഞ് അന്തസ്സായിട്ടിരിക്കേണ്ട ഒരു പൊസിഷനിലാണ് നിങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. നിങ്ങളുടെ രാജ്യം പത്മശ്രീ നൽകി ആദരിക്കണമെന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. കാരണം ഇതിലും വലിയൊരു സേവനം കേരളത്തിൽ നിങ്ങൾക്ക് ചെയ്യാനില്ല. ഗോപൂനന്ദര ജിമാർട്ടിന്റെ ഹൈടെക് ഷോറൂം ഇനി തിരൂരിലും. ഗൃഹോപകരണങ്ങൾക്കും ഗാഡ്ജറ്റുകൾക്കും 70% വരെ ഡിസ്കൗണ്ട്, ക്യാഷ് ബാക്ക് കൂടാതെ ECUമായി. ഗോപൂനന്ദര ജിമാർട്ട്, പോലീസ് ലൈൻ, തിരൂർ.